ഹായ് ഡിയേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് സിമ്പിളായി പഠിച്ചു തുടങ്ങാം. സെക്കൻഡ് സെമസ്റ്റർ BBA ഒരു മേജർ സബ്ജക്റ്റ് ആണ്. അതേപോലെ മറ്റുള്ളവർക്ക് ഇതൊരു മൈനർ സബ്ജക്റ്റും ആണ്. പ്രത്യേകിച്ച് BCom എടുത്ത ആളുകളൊക്കെ മിക്കവാറും ഇത് മൈനർ സബ്ജക്റ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്കും ഇത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ മറ്റു പ്രോഗ്രാം എടുത്ത അതായത് കോഴ്സ് എടുത്ത ആളുകളൊക്കെ ഇത് മൈനർ സബ്ജക്റ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാണുക. വളരെ ഉപകാരപ്പെടും. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത സിമ്പിൾ ക്ലാസ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് നോട്ടുകളാണ്. ദെൻ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടാണ് നമ്മൾ പോവുക. സ്റ്റാർട്ട് ചെയ്യാം. ടൈം വാല്യൂ ഓഫ് മണി ചാപ്റ്റർ 1. ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സിലബസും ജസ്റ്റ് നോക്കാം. 4 മൊഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഫിനാൻസിങ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആന്യൂറ്റി പെർപെച്യൂറ്റി, സോഴ്സ് ഓഫ് ഫിനാൻസിങ്, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി, അങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾ. ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വരാം. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന CAPM മോഡൽ, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്താൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഓക്കെ, ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ തേർഡ് മൊഡ്യൂളിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണുള്ളത്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കഴിഞ്ഞാൽ പിന്നെ ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ്, അതിന്റെ പോളിസിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുറച്ച് മോഡൽസുകളൊക്കെ അതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ 4 മൊഡ്യൂളാണുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രത്യേകത, 4 മൊഡ്യൂൾ ഉള്ളതിൽ ഇതില് 60% പ്രോബ്ലം ആയിരിക്കും, 40% തിയറി. അങ്ങനെയാണ് ഇതിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. 60% പ്രോബ്ലം ആണ്, 40% തിയറി. അപ്പൊ നമുക്ക് ആക്ച്വലി ശരിക്കും തിയറിയും പ്രോബ്ലം സെയിം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എനിവേ ഫസ്റ്റ് ചാപ്റ്ററിൽ തുടങ്ങാം. ടൈം വാല്യൂ ഓഫ് മണി. Money is an important part of daily life in business. We can earn money, spend it, save it and invest it. Money earn ചെയ്യാം, അത് സ്പെൻഡ് ചെയ്യാം, അത് സേവ് ചെയ്യാം, അത് ഇൻവെസ്റ്റ്. സിൻസ് മണി ഇസ് ലിമിറ്റഡ്, ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. മണി എന്ന് പറയുന്നത് വളരെ ലിമിറ്റ് ആണ്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് അത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നേരിടുന്ന ഇനി ഒരു കാലങ്ങളാണ്. സോ അവിടെ നമ്മൾ കിട്ടുന്ന ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ദ മാനേജ്മെന്റ് ഓഫ് മണി ഈസ് കോൾഡ് ഫിനാൻസ്. ഈ മണിയെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഈസ് കൺസിഡേർഡ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഉണ്ടാവും. അപ്പൊ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ബ്ലഡ് ആണ്. ബ്ലഡ് അതില്ലെങ്കിൽ പിന്നെ ലൈഫ് ഇല്ല, അല്ല ജീവിതം ഇല്ല ഒരാൾക്ക്. അതുകൊണ്ടാണ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ് ഫിനാൻസ് ആണത്. ബിക്കോസ് നോ ബിസിനസ് ക്യാൻ സ്റ്റാർട്ട് ഓർ റൺ വിത്തൗട്ട് ഫണ്ട്. ഫണ്ട് ഇല്ലാതെ ഒരു ബിസിനസ്സും റൺ ചെയ്യാൻ പറ്റൂല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഫണ്ട് പ്രധാനമാണ്. അപ്പൊ ഫണ്ടിന്റെ മാനേജ്മെന്റ് അത്രയും പ്രധാനമാണ്. മീനിങ് ഓഫ് ഫിനാൻസ്. ദ വേർഡ് ഫിനാൻസ് കം ഫ്രം ദി ഓൾഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ, മീനിങ് ടു പേ ഓർ സെറ്റിൽ. ഫ്രഞ്ച് വേർഡ് ഫൈൻ എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ടു പേ അല്ലെങ്കിൽ ടു സെറ്റിൽ ചെയ്യുക, പേ ചെയ്യുക, കൊടുക്കുക എന്നതാണ്. ഫിനാൻസ് മീൻസ് അറേഞ്ചിങ് ആൻഡ് മാനേജിങ് മണി ഫോർ ബിസിനസ് ആൻഡ് പേഴ്സണൽ നീഡ്സ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻസ്. ഡിഫറൻസ് ബിറ്റ്വീൻ മണി ആൻഡ് ഫിനാൻസ്. മണിയും ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസത നമ്മൾ ഈ ഒരു പാർട്ടിൽ കുറച്ച് തിയറിയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുള്ളൂ. മണി മീൻസ് കറൻസി ഓർ ക്യാഷ് ഇൻ ഹാൻഡ്. ഫിനാൻസ് മീൻസ് അറേഞ്ചിങ് മണി വെൻ റിക്വയർഡ് ആൻഡ് യൂസിങ് ഇറ്റ് എഫക്റ്റീവ്ലി. കറൻസിയാണ് നമുക്ക് മണി എന്ന് പറയും. ഈ മണിയെ നമ്മൾ അറേഞ്ച് ചെയ്യുകയും അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് റിക്വയർഡ് ആയ സമയത്ത് യൂസ് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മണിയല്ല, ആ മണിയെ അറേഞ്ച് ചെയ്യലാണ് ശരിക്കും ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് അടുക്കാം. എന്താണ് ബിസിനസ് ഫിനാൻസ്? അതാണല്ലോ നമ്മുടെ പ്രധാനം, അല്ലെ? ബിസിനസ് ഫിനാൻസ് റെഫേഴ്സ് ടു അറേഞ്ചിങ് ഫണ്ട് ഫോർ ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് യൂസിങ് ദം പ്രോപ്പർലി. ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യുകയും അത് പ്രോപ്പർലി യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞതാണ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അറേഞ്ചിങ് മണിയാണ്. അപ്പൊ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ഫണ്ട് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് യൂസിങ് ദം പ്രോപ്പർലി. ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയും അറേഞ്ച് ചെയ്യുകയും അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ
ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ് ഫിനാൻസ്. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് ഡെഫിനിഷൻ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഡിഫൈൻ ബിസിനസ് ഫിനാൻസ് എന്ന എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ പേരെഴുതി ഇതേപോലെ തന്നെ കൊടുക്കണം അല്ലെ. അപ്പൊ ബിസിനസ് ഫിനാൻസ് ഈസ് പ്ലാനിങ്, റേസിംഗ്, കൺട്രോളിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഫണ്ട് യൂസ്ഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഫണ്ട് പ്ലാൻ ചെയ്യുകയും അത് കണ്ടെത്തുകയും അത് കൺട്രോൾ ചെയ്യുകയും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ബിസിനസ് ഫിനാൻസ്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നു, ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫണ്ട് ബൈ ബിസിനസ്. അതാണ് സിമ്പിൾ ഡെഫിനിഷൻ അല്ലെ. ഒന്നും കൂടെ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫണ്ട് കണ്ടെത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ബിസിനസ്സിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫിനാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ്. അപ്രോച്ചസ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷന്റെ കുറച്ച് അപ്രോച്ചസ് അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസിന്റെ അപ്രോച്ച്. ഫസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് അപ്രോച്ച്, തേർഡ് അപ്രോച്ച്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നാരോ അപ്രോച്ചാണ്. ഫോക്കസ് ഓൺലി റേസിംഗ് ഫണ്ട്. അവിടെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ള ഒരു സമീപനം മാത്രമേ ഉള്ളൂ. അവിടെ ഫോക്കസ് ഓൺലി റേസിംഗ് ഫണ്ട്, കൺസേൺ വിത്ത് പ്രൊവൈഡിങ് മണി വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുക്കുക, ക്യാഷ് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ഒരു അപ്രോച്ച്. നമ്മൾ ആ രീതിയിൽ അങ്ങനെ സമീപിക്കാൻ പറ്റും അല്ലെ. ദെൻ ആ ഒരു അപ്രോച്ച്, അക്കോർഡിംഗ് ടു ഫസ്റ്റ് അപ്രോച്ച്, ദ ഫിനാൻസ് ഫംഗ്ഷൻ ഇൻ എ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ടാസ്ക് ഓഫ് പ്രൊവൈഡിങ് ഫണ്ട്. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ടാസ്ക് മാത്രമാണ് അവിടെ ഉള്ളത്. സെക്കൻഡ് അപ്രോച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രോഡ് അപ്രോച്ചാണ്, ഒന്നുകൂടി ബ്രോഡ് അപ്രോച്ചാണ്. ഫോക്കസ് ഓൺ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോന്റെ മാനേജ്മെന്റ് ആണ് അവിടെ സെക്കൻഡ് അപ്രോച്ച്. ആ ഒരു അപ്രോച്ച് അല്ലെ. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാഷ് ആവശ്യം വരുമ്പോൾ കൊടുക്കുക എന്നുള്ളത്. സെക്കൻഡ് അപ്രോച്ച് ക്യാഷ് ഫ്ലോ, അതായത് ബിസിനസിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടാവും. അപ്പൊ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് അപ്രോച്ച് പറയുന്നത്. തേർഡ് അപ്രോച്ചിലേക്ക് വന്നാൽ ഒന്നുകൂടെ മോഡേൺ അപ്രോച്ചാണ്. ഫോക്കസ് ഓൺ ബോത്ത് റേസിംഗ് ഫണ്ട് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് കളക്ട് ചെയ്യുകയും അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന അതാണ് മൂന്നാമത്തെ അപ്രോച്ച്. മോസ്റ്റ് ആക്സെപ്റ്റഡ് അപ്രോച്ച് അതാണ് അല്ലെ. കാരണം എല്ലാവർക്കും താല്പര്യമുള്ളൂ ഫണ്ട് കണ്ടെത്തുന്നത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് ദ മോഡേൺ അപ്രോച്ച് ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആക്സെപ്റ്റബിൾ വൺ. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, business finance is concerned with the procurement of fund and their effective utilization in the business. Okay. Then നമ്മുടെ സബ്ജക്റ്റിന്റെ പേരാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മീൻസ് പ്ലാനിങ്, റേസിംഗ്, കൺട്രോളിംഗ് ആൻഡ് യൂസിംഗ് ഫണ്ട് എഫക്റ്റീവ്ലി ടു അച്ചീവ് ബിസിനസ് ഗോൾ അല്ലെ. ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലായിട്ടുണ്ടാവും. ബിസിനസ് ഗോള് നേടാൻ വേണ്ടിയിട്ട് ഫണ്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് പ്ലാൻ ചെയ്യുക, അത് കളക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് ഫിനാൻസ് മാനേജ് ചെയ്യണം ടോട്ടലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ക്യാഷ് പ്ലാൻ ചെയ്ത് അത് റേസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ബിസിനസ് ഗോൾ, ബിസിനസിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. അതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിന്റെ PG ഹാസ്റ്റിംഗ് കൊടുത്തൊരു ഡെഫിനേഷൻ നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി അല്ലെ. ഫണ്ട് കളക്ട് ചെയ്യുകയും അത് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ശരിക്കും ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടും കൂടിയാണ്. എല്ലാവർക്കും കഴിയില്ല. ചില ആളുകളൊക്കെ ഫണ്ട് നന്നായിട്ട് ഇൻകം നന്നായിട്ട് കണ്ടെത്തുന്നുണ്ടാവും, പക്ഷെ അത് അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല അല്ലെ. ഫണ്ട് വന്നതുപോലെ തിരികെ പോകും. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഫിനാൻസ് മാനേജ് ചെയ്യുക, അത് റേസ് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടാണെന്നുള്ള പറയാൻ കാരണം എന്നൊക്കെയല്ലേ. മറ്റൊരു ഡെഫിനേഷൻ കൊടുക്കാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡെഫിനേഷനെ അതേപോലെ പഠിച്ചു വെക്കുക. കാരണം ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതിനായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് വരിക. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ടു ഫിനാൻസ് ഫംഗ്ഷൻ. അതാണ് മറ്റൊരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻസ് ഫംഗ്ഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പാർട്ടാണ് ഫിനാൻസ് ഫംഗ്ഷൻ. ഡീൽസ് വിത്ത് അക്വയറിംഗ് ആൻഡ് യൂസിങ് ഫണ്ട് അക്വയർ ചെയ്യുക, റിലേറ്റഡ് ഫണ്ട് നേടുക അല്ലെങ്കിൽ റേസ് ചെയ്യുക, അത് യൂസ് ചെയ്യുക, അതാണ് ഫിനാൻസ് ഫംഗ്ഷൻ.
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നുകൂടെ വൈഡർ കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഓൾസോ. ഫിനാൻഷ്യൽ റിസോഴ്സ് പ്ലാൻ ചെയ്യുകയും അത് കൺട്രോൾ ചെയ്യുകയും അത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതൊന്നും കൂടെ വൈഡർ. നേരെ മറിച്ച് ബിസിനസ് ഫിനാൻസ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസിൽ ജസ്റ്റ് അക്വയറിങ് ആൻഡ് യൂസിങ് ഫണ്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് പറഞ്ഞതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ഫണ്ട്. കണ്ട, അറേഞ്ചിങ് ഫണ്ട് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ്, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് അത് പ്ലാൻ ചെയ്ത് അത് കൺട്രോൾ ഒക്കെ ചെയ്ത് വരുമ്പോൾ അതെന്താവും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആവും. ദാറ്റ്സ് ഓൾ. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലം പാർട്ടിലേക്ക് കിടക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് പറയാണ്. ടൈം വാല്യൂ ഓഫ് മണി, TVM, ടൈം വാല്യൂ ഓഫ് മണി. The value of money changes with the time because money can earn interest. ടൈമിനനുസരിച്ച് ക്യാഷിന്റെ വാല്യൂല് മാറ്റം വരും. കാരണം ഇൻട്രസ്റ്റ് ഉണ്ടാവും, പലിശ ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ സമയം കൊണ്ട് വാല്യൂ ഓഫ് മണി ചേഞ്ചസ് വിത്ത് ടൈം കൊണ്ട് എന്ത് ചെയ്യും, അതിന് മാറും എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ റിട്ടേൺ ഫാക്ടർ ഓർ ഇൻട്രസ്റ്റ് ഫാക്ടർ. അവിടെ ഒരു പ്രസൻസ്, ഒരു റിട്ടേൺ ഫാക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാനുള്ള കാരണം. അതുകൊണ്ട് മണി ഏൺസ് മണി. അതുകൊണ്ട് മണി ഏൺസ് മണി, മണിയിലൂടെയാണ് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മണിയാണ് മണി ഏൺ ചെയ്യുന്നത്. അത് ക്യാഷ് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് അത് നമുക്ക് കാര്യമായിട്ട് ഇവിടുന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതൊക്കെ വളരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറയുന്നത്, ഇതുവരെ നമ്മളൊരു ബേസിക്കലി കുറച്ച് തിയറീസാണ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് തിയറി പാർട്ടുകളാണ് ഈ തുടങ്ങുന്നത്. ഓക്കെ, സോ പറഞ്ഞതുപോലെ തന്നെ ദർ ഇസ് എ റിട്ടേൺ ഓർ ഇൻകം ഓർ മണി. മണിക്ക് ഒരു റിട്ടേൺ ഒരു ഇൻകം ഉണ്ടാവും. അപ്പൊ നമ്മളെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ നമ്മുടെ അലമാറയിൽ എടുത്തു വെക്കാൻ നമുക്ക് ഒന്നും കിട്ടൂല. നല്ല നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, അതിൽ റിട്ടേൺ കിട്ടും. കണ്ടില്ലേ, അതാണ് പറഞ്ഞത്. നമ്മൾ അത് കുറച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ, 6 മാസം കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങായിട്ട് വരും അല്ലെ. അതാണ് നമ്മൾ പറയണത്. ടൈം അനുസരിച്ച് മണിക്ക് അതിന്റെ വാല്യൂല് മാറ്റം വരും, മണിന്റെ അല്ലെ. ₹100 today is more valuable than ₹100 received in future. ഇന്ന് കിട്ടുന്ന 100 രൂപയല്ല നാളെ കിട്ടുന്ന രൂപ. ഇന്ന് കിട്ടുന്ന 100 രൂപക്കാണ് വാല്യൂ കൂടുതൽ ഉണ്ടാവുക അല്ലെ. വാല്യുബിൾ ദാൻ 100 received in future അല്ലെ. ഭാവിയിൽ കിട്ടുന്ന 100 രൂപയേക്കാളും ഇന്ന് കിട്ടുന്ന 100 രൂപക്കാണ് എന്തുള്ളത്, വാല്യൂ ഉള്ളത് അല്ലെ. അതാണ് ഉദ്ദേശം. അപ്പൊ ഇന്ന് കിട്ടിയ 100 രൂപ കിട്ടി, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. ആ 100 രൂപ കുറെ കഴിഞ്ഞിട്ട് കിട്ടാണ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അതിൽ നിന്ന് ഏണിങ്സ് കിട്ടും. അപ്പൊ ആ ഒരു 100ഉം പിന്നെ അതിന്റെ ഇൻട്രസ്റ്റും നമുക്കൊരു ഇൻട്രസ്റ്റ് 120 കൂട്ടിക്കോ ടോട്ടൽ. അപ്പൊ 220 നമുക്ക് ഇൻട്രസ്റ്റും എല്ലാം കൂടെ കിട്ടി. നേരെ മറിച്ച് അത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നുള്ളെങ്കിൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടില്ലേ. അതാണ് ബിക്കോസ് മണി റിസീവ്ഡ് ടുഡേ ക്യാൻ ബി ഇൻവെസ്റ്റഡ് ആൻഡ് ഏൺ റിട്ടേൺ. അപ്പൊ ഇന്ന് കിട്ടുന്ന മണി എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇത് റിട്ടേൺ ഏൺ ചെയ്യാം. ഈ 100 രൂപ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടണമെങ്കിൽ ഈ 1 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് കേട്ടോ. റീസൺസ് ഫോർ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിയുടെ റീസൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. ഫ്യൂച്ചർ മണി മേ നോട്ട് ബി റിസീവ്ഡ് ഡ്യൂ ടു റിസ്ക്. ഭാവിയിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഭാവിയിൽ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞല്ലോ അല്ലെ. ആ ക്യാഷ് ഒരു പക്ഷെ കിട്ടാൻ ചില റിസ്കുകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ എന്തില്ല, ചില സമയത്ത് അത് കിട്ടാൻ സാധ്യല്ല, ചിലപ്പോൾ അത് കിട്ടൂല അല്ലെ. അതാണ് ഒന്നാമത്തെ, അതാണ് റീസൺ ഫോർ ടൈം വാല്യൂ. അപ്പൊ ഇന്ന് കിട്ടുന്ന ആ 100 രൂപക്ക് അതിന്റെ ടൈം വാല്യൂ ഉണ്ട്. പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസംഷൻ. പീപ്പിൾ പ്രിഫർ മണി നൗ റാദർ ദാൻ ലേറ്റർ. ഇപ്പോ അത് യൂസ് ചെയ്യാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, റാദർ ദാൻ ലേറ്റർ, പിന്നീട് കൊടുക്കുന്നതിനേക്കാളും അല്ലെ കിട്ടുന്നതിനേക്കാളും. അതാണ് പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസംഷൻ. ഇപ്പൊ നമുക്കത് കിട്ടണം ക്യാഷ്. ദെൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെന്റ്. മണി റിസീവ്ഡ് ടുഡേ ക്യാൻ ഏൺ ഇൻട്രസ്റ്റ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. നമ്മളിപ്പോ പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന മണി റിസീവ്ഡ് ടുഡേ, ഇന്ന് കിട്ടുന്ന ക്യാഷ് ക്യാൻ ഏൺ ഇൻട്രസ്റ്റ്. അതിലൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. മോർ പർച്ചേസിംഗ് പവർ. ഡ്യൂ ടു ഇൻഫ്ലേഷൻ മണി ടുഡേ ബൈ മോർ ദാൻ ഫ്യൂച്ചർ മണി. ഇൻഫ്ലേഷൻ കാരണം, പണപ്പെരുപ്പ് പണച്ചുരുക്കം കാരണം മണി ടുഡേ ബിക്കോസ് ബൈ മോർ ദാൻ ഫ്യൂച്ചർ മണി അല്ലെ. ഫ്യൂച്ചർ മണിയേക്കാൾ ഇന്നത്തെ ക്യാഷ് കൊണ്ട് നമുക്ക് കൂടുതൽ സാധനം വാങ്ങാൻ പറ്റും. അപ്പൊ ഇന്ന് അത് നമ്മൾ നോർമലി പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഇന്നിപ്പോ 100 രൂപ കിട്ടുകയാണ്, നമുക്ക്
അടുത്ത കൊല്ലം ഒരു 100 രൂപ കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ 100 രൂപക്കാണ് വാല്യൂ ഉള്ളത്. കാരണം ഇന്നത്തെ 100 രൂപക്ക് കിട്ടുന്ന നമുക്ക് 100 രൂപക്ക് കുറച്ച് പർച്ചേസ് ചെയ്ത് നമ്മൾ അല്ലെ, നമുക്ക് അടുത്ത കൊല്ലം ആ 100 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അത്ര സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞോളുന്നില്ല. നമുക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ച് അല്ലെ നമ്മൾ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ 100 രൂപക്ക് ഇങ്ങനെ സാധനങ്ങൾ കിട്ടൂല അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ പണ്ടുള്ള ആ ഒരു എന്താ പറയാ വാല്യൂ ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് ക്യാഷ് കൊടുത്താലേ കുറച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, മോർ പർച്ചേസിങ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ടൈം വാല്യൂ.